ഹായ് മക്കളെ, എടാ നമ്മളെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെയും രണ്ടാമത്തെ ചാപ്റ്ററിലെയും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ മുന്നേ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്കൊരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മളെ കെമിസ്ട്രി എക്സാമിന്റെ പ്രഡിക്ഷൻ തിങ്കളാഴ്ച 25-ാം തീയതി തിങ്കളാഴ്ച കൃത്യം 7:30 മണിക്ക് നമ്മൾ യൂട്യൂബിൽ ലൈവിൽ ഉണ്ടാവുക. MS-ന്റെ കൂടെ പ്രഡിക്റ്റ് ചെയ്യാൻ ഞാനും ഉണ്ടാവും. അപ്പൊ എൻ്റെ പൊന്നുമക്കൾ ചെയ്യേണ്ട കാര്യം നമ്മളെ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ മക്കൾ പോയിട്ട് ലൈവിൽ പോയിട്ട് ലൈവിന് എന്ത് ചെയ്യടാ, ലൈക്ക് ചെയ്ത് കൃത്യമായിട്ട് സെറ്റായി നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യടാ, 7:30 മണിക്ക് ക്രിസ്റ്റൽ സെറ്റ് ആയി നിങ്ങൾക്ക് 40-ൽ 40 മാർക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അന്ന് ലൈവിൽ കാണാം. അപ്പം എൻ്റെ മക്കൾ ഒരു കാര്യം കൂടെ ചെയ്യടാ, ഇത് അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യടാ. കെമിസ്ട്രിയിലെ 40-ൽ 40 മാർക്ക് ഷുവർ ആടാ പ്രഡിക്ഷനിൽ. റെഡി ആണല്ലോടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓരോന്നായി നോക്കിയാടാ. എന്താടാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ദ എക്സാമിൻ ദ സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കാർബൺസ് ഉണ്ടെന്ന് ഫസ്റ്റ് എണ്ണണം. 1 2 3 4 കാർബൺസ് ഉണ്ട് അല്ലെ. ഇവന്റെ ഒരു ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ടും കിടക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം വേർഡ് റൂട്ട് എന്താണ്, പദമൂലം എന്താണെന്നാ ചോദിച്ചത്. പദമൂലം നമുക്കറിയാം, വേർഡ് റൂട്ട് 4 കാർബൺ ആകുമ്പോൾ പദമൂലം എന്താണ് വരിക? ബ്യൂട്ട് എന്ന് വരും. എന്താ വരിക? ബ്യൂട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എത്ര? അതിബന്ധനത്തിന്റെ സ്ഥാനം. അതായത് ഒന്നാമത്തെ കാർബണിലാണ് ആര് കിടക്കുന്നത്? ഡബിൾ ബോണ്ട് കിടക്കുന്നത്. അപ്പൊ 1 ആണ്. അങ്ങനെയാണെങ്കിൽ IUPAC നെയിം എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. IUPAC നെയിം എന്ന് എഴുതിക്കോ. ബ്യൂട്ട് -1 ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നു? ഈൻ എന്ന് ചേർത്ത് കൊടുക്കുന്നു. ഈനാണ് ബ്യൂട്ട് -1 ഈൻ. ഇനി 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, പൊസിഷൻ നമ്പർ പറയണ്ട. എന്നാലും ഈ ഒരു മെത്തേഡ് പഠിച്ചു വെച്ചോളൂ അല്ലെ. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. താഴെ തന്നിരിക്കുന്ന സമയത്ത് ഘടന പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും. എടാ, ഇതൊരു ചെറിയൊരു ഡിഫിക്കൽട്ട് ചോദ്യം, പക്ഷെ എന്റെ മക്കൾക്ക് ഞാൻ സെറ്റ് ആക്കി പറഞ്ഞിട്ടുള്ള. ഇവിടെ ആകെ ഒറ്റ കാർബണേ ഉള്ളൂ, പക്ഷെ ഡബിൾ ബോണ്ട് ആയിട്ട് ഇവിടെ ഒരു ഓയും ഉണ്ട്, ഇവിടെ ഒരു OH ഉണ്ട്. മക്കളെ ഇതൊന്ന് കൂട്ടി എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. COOH ആണ്. COOH ആണ് മക്കളെ. ഈ COH എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ ഏതാണ് ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സമയത്ത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാ? എടാ, COOH ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. അതെ, അപ്പൊ ഏതാവും? കാർബോസിലിക് ഗ്രൂപ്പ് ആണ്, അഥവാ കാർബോസിലിക് ആസിഡ് ആണ്. പഠിക്കാതെ പോവല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, ഈ കാർബണിന്റെ ആറ്റം, ഈ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? എത്ര ഉള്ളടാ? ആകെ ഒരൊറ്റ കാർബണേ ഉള്ളൂ. ഇവന്റെ IUPAC നെയിം ചോദിച്ചല്ലോ. ഒരു കാർബൺ ആറ്റം COH ആണെങ്കിൽ എന്താടാ? മെഥനോയിക് ആസിഡ് ആണ്. എന്താ പേര് വരിക? മെഥനോയിക് ആസിഡ്. എടാ, ഇപ്പൊ തന്നെ ഒരു കാര്യം പഠിച്ചോ. നമ്മളെ കാർബോസിലിക് ഗ്രൂപ്പിൽ കുടുംബത്തിലെ ഒന്നാമത്തെ അംഗത്തിന്റെ പേര് ചോദിച്ചാൽ ഇവനായിരിക്കും വരിക മെഥനോയിക് ആസിഡ്. കേട്ടോ, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. കാർബോസിലിക് ആസിഡിന്റെ ഗ്രൂപ്പിലെ അഥവാ അവരുടെ ഫാമിലിയിലെ ഒന്നാമത്തെ അംഗം, ഒന്നാമത്തെ മെമ്പർ ആരാ ചോദിച്ചാൽ മെഥനോയിക് ആസിഡ് ആണെന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഗിവൻ ദ ബിലോ ദ പെയർ ഓഫ് ഐസോമർ. 2 ഐസോമറിന്റെ പേര് തന്നിട്ടുണ്ട്. ഇവൻ ഏത് ഐസോമർ ആണെന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആണ്. ഇവിടെയും ഒരേ O ആണ് അല്ലെ, ആൽക്കോക്സി ആണ്. ഇവിടെയും O ആണ്. അപ്പൊ ഫംഗ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, മോളിക്കുലാർ ഫോർമുല രണ്ടിനും സെയിം ആണ്. അതുകൊണ്ടാണ് ഐസോമർ എന്ന് പറയാൻ കാരണം. പക്ഷെ എന്താ മാറിയത്? എടാ, ഇവിടെ സെന്ററിലാ O, ഇവിടെ 2 ആൾക്കാരുണ്ട്, ഇവിടെ 2 ആൾക്കാരുണ്ട്. അതായത് O സെന്ററിൽ, ഇപ്പുറത്തും 2 ആള്, ലെഫ്റ്റും 2 ആള്, റൈറ്റും 2 ആള്. പക്ഷെ നേരെ ഇപ്പുറത്തേക്ക് വന്നൊക്കെ എന്താ O ഒരു സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ ആകെ ഒരൊറ്റ കാർബൺ ആറ്റം ഉള്ളൂ, ഇവിടെ 3 എണ്ണമായി. അതായത് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് എന്ത് ചെയ്തടാ, ഇവിടെ നിന്നുള്ള ഒരാളെ പിടിച്ചിട്ട് ഇപ്പുറത്ത് കിട്ടും. ഇവനെ പറയുന്നത് ഏതാ ചോദിച്ചാൽ എന്താടാ? മെറ്റാമർ ആണ്. ഇവനാടാ മെറ്റാമർ. മെറ്റാമറിസം. ഇവനാണ് മെറ്റാമറിസം. അപ്പൊ ഇതിന്റെ ഏത് ഐസോമർ ചോദിച്ചാൽ മെറ്റാമറുകളാന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എടാ, CH3 CH2 CO. ഇവിടെ ഒരു സെന്ററിൽ CO ഉണ്ട്. ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏതാ ചോദിച്ചാൽ നമുക്കറിയാം ഇവൻ ഏതാ? കീറ്റോ ഗ്രൂപ്പ് ആണ്, അഥവാ കീറ്റോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിന്റെ IUPAC നെയിം എന്താന്നാ ചോദിച്ചത്. സിമ്പിൾ അല്ലേ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? പൊസിഷൻ നമ്പർ 1 2 3 4 അല്ലേ, 1 2 3 4 5. അതായത് എവിടെ നിന്ന് എണ്ണിയാലും 3 എന്നുള്ള പൊസിഷൻ നമ്പറേ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കിക്കോ, CO അല്ലേ. ടോട്ടൽ 5 കാർബൺ ഉണ്ട്. CO എന്ന് പറയുമ്പോൾ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ കാർബണിനെ എണ്ണണം. അപ്പൊ ടോട്ടൽ 5 ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പെൻഡൻ എന്ന് പറയാം. പെൻഡൻ അല്ലേ. പെൻഡൻ എന്ന് പറയുന്നു ഐഫൺ. എത്രാമത്തെ കാർബണിലാണ് നമ്മളെ കീറ്റോ ഗ്രൂപ്പ് ഇരിക്കുന്നത്? CO എന്നുള്ളത് 3ാമത്തേതിലാണ്. അപ്പൊ -3 കൊടുത്തു, 3 ഐഫൺ. ഇനി കീറ്റോ ഗ്രൂപ്പ് വന്നാൽ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ഓൺ എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ പെൻഡൻ -3 ഓൺ ആണ്. എന്താണ് അതിന്റെ മലയാളം വരിക? പെൻഡൻ -3 ഓൺ ആണ്. സോ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഒരു മെറ്റാമർ, രണ്ടാം ക്വസ്റ്റ്യൻ, ഈ മെറ്റാമറിന്റെ ഘടന വരക്കുക. മെറ്റാമറിന്റെ ഘടന ചോദിച്ചാൽ സിമ്പിൾ അല്ലേ. ഫസ്റ്റ് നമ്മൾ COന്റെ തൊട്ടപ്പുറത്ത് 1 2 1 2 രണ്ടും സെയിമാ. മെറ്റാമർ വരക്കാൻ പറഞ്ഞത് സെന്ററിൽ C കൊടുക്കുന്നു. ഇവിടെ 1 2 ഉള്ളിടത്ത് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഒരാളെ ഇങ്ങോട്ട് പിടിച്ചിട്ടാൽ CH3
CH2 ആയി മാറും. സെറ്റ് അല്ലേ? ഇപ്പുറത്തെ എത്രയായി മാറാ? ഇവിടെ CH3 ആയിട്ട് മാറും. സോ ഇവിടെ ഒരാള്, ഇവിടെ 3 ആള്, ടോട്ടൽ 4 ആൾ തന്നെ. ഇവിടെ 2 ആളായിരുന്നു, ഇവിടെ 2 ആളായിരുന്നു, ടോട്ടൽ 4 ആൾ തന്നെ. സോ സിമ്പിൾ. അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ പരിപാടി കഴിഞ്ഞു. അപ്പൊ മെറ്റാമർ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഒരാൾ എടുത്ത് ഇപ്പുറത്ത് കിടുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. സെറ്റ് അല്ലേ? അങ്ങനെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് കൺവേർഷൻ ഓഫ് ദ ഈഥൈൻ. ഈഥൈൻ ആണ്. എന്താടാ ഈഥൈൻ എന്ന് പറഞ്ഞാൽ? ട്രിപ്പിൾ ബോണ്ട്. എന്താ? അഡിഷൻ രാസപ്രവർത്തനത്തിലൂടെ ഈത്തീനും പിന്നീട് ഈഥൈനും ആക്കി മാറ്റണം. അതായത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാ. ഒന്ന് നോക്കണ്ട. ഈ ട്രിപ്പിൾ ബോണ്ടിനെ ഫസ്റ്റ് എന്താക്കി മാറ്റണം? ഡബിൾ ബോണ്ട് ആക്കി മാറ്റണം. ഡബിൾ ബോണ്ടിനെ നേരെ എന്താക്കി മാറ്റണം? സിംഗിൾ ബോണ്ട് ആക്കി മാറ്റണം. സോ സിമ്പിൾ. ഈ റിയാക്ഷൻ പറയുന്ന പേരെന്താ? അഡിഷൻ റിയാക്ഷൻ. ഈഥൈൻ എന്ന് പറയുമ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CHL, 2 കാർബണ് ട്രിപ്പിൾ ബോണ്ട് ഈഥൈനായി. ഇവന്റെ എന്താടാ? H2, 2 ഹൈഡ്രജനെ കൂട്ടി കൊടുത്താൽ നമുക്ക് കിട്ടും ഈത്തീൻ കിട്ടും അല്ലെ? ഒന്നിങ്ങോട്ടും കൊടുക്കുന്നു, ഒന്നിങ്ങോട്ടും കൊടുത്താൽ പ്രൊഡക്റ്റ് എന്താ വരിക? CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇനി വീണ്ടും ഇവൻ എന്ത് ചെയ്യണം? ഈഥൈനാക്കി മാറ്റണം, സിംഗിൾ ബോണ്ട് ആക്കി മാറ്റണം. വീണ്ടും H2 കൊടുക്കുന്നു, ഒന്നിങ്ങട്ട്. അപ്പൊ ഉത്തരം വരുമ്പോൾ എന്തായി മാറൂടാ? CH3 സിംഗിൾ ബോണ്ട് CH3 ഈഥൈനായിട്ട് മാറി. സോ സിമ്പിൾ. ഇതാണ് ഈ റിയാക്ഷൻ. ഏതാ ചോദിച്ചാൽ അഡിഷൻ റിയാക്ഷൻ ആണെന്നുള്ള കാര്യം ഓർമ്മയിലുണ്ടായിക്കോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്നതിൽ കണ്ടൻസേഷൻ പോളിമർ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഒന്നാമത്തെ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറഞ്ഞാൽ ഇത് ഏതാടാ? കണ്ടാൽ മനസ്സിലാക്കിക്കോളി, ഇത് ഈത്തീൻ ആണ്, അഥവാ അഡിഷൻ പോളിമർ ആണ്. ഇനി CF2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CF2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിക്കോളി, ഇത് ഏതാടാ? നമ്മളെ ഇതും ഒരു അഡിഷൻ പോളിമർ ആണ്. സെറ്റ് അല്ലേ? ഇതേതാ? അഡിഷൻ പോളിമർ. ടെട്രാഫ്ലൂറോ ഈത്തീൻ ടെഫ്ലോൺ എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ ഡൺ. ഇനി മൂന്നാമത്തെ ഏതാണ്? PVC അഥവാ BC വിനൈൽ ക്ലോറൈഡ്, PVC പോളി വിനൈൽ ക്ലോറൈഡ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അഡിഷൻ പോളിമർ ആണ്. ഇവനാണ് ഈ വലിയ റിയാക്ഷൻ കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ, ഇതാണ് കണ്ടൻസേഷൻ പോളിമർ. നൈലോൺ 66 ആണ് ഇവനടാ. ഓർമ്മ ഉണ്ടായിക്കോട്ടെ. കണ്ടൻസേഷൻ പോളിമർ നൈലോൺ 66. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവൻ എന്ത് ചെയ്താണ്? കംപ്ലീറ്റ് ചെയ്യാൻ, രാസവാക്യം പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. നോക്കിക്കോ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടാ? 2H2 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളി മക്കളെ. 2H2 എന്ന് പറഞ്ഞാൽ 2 × 2 4. അപ്പൊ 4 ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. H4 ആണ്. 4 ഹൈഡ്രജൻ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ കുറച്ച് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെ. അപ്പൊ ഒന്ന് എന്ത് ചെയ്യുന്നു? ഒന്നിങ്ങോട്ടും കൊടുക്കുന്നു. അപ്പൊ എന്താ ഉത്തരം? CH ഉള്ളടത്ത് CH2 ഡബിൾ ബോണ്ട് CH2. നമ്മുടെ കയ്യിൽ വീണ്ടും 2 ഉണ്ട്. അവനെ വീണ്ടും ഹൈഡ്രജനുമായി കൂട്ടിച്ചേർത്താൽ ഉത്തരം എന്ത് വരും? CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. സോ ഇതാണ് അഡിഷൻ റിയാക്ഷൻ. അടുത്ത എന്താണ്? സൺലൈറ്റ് കണ്ടാൽ മക്കളെ മനസ്സിലാക്കിക്കോളി, സൂര്യപ്രകാശം കണ്ടാൽ മനസ്സിലാക്കിക്കോളി, ഇതൊരു ആദേശ രാസപ്രവർത്തനമാണ്, അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ക്ലോറിൻ ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കോ, CH2Cl2. ഓൾറെഡി നമ്മളെ കയ്യിൽ 2 Cl2 ഉണ്ട് എന്ന് പറഞ്ഞു, 2 ഹൈഡ്രജൻ ആണ്. അതായത് ഒരു ഹൈഡ്രജൻ ഒഴിവാക്കണം എന്ന് പറഞ്ഞു, റിമൂവ് ചെയ്യണം. ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുമ്പോൾ എന്താ അവിടെ? CH ഇവിടെ ഒഴിവായി, CH Cl2 എന്നുള്ളത് ഒരു ക്ലോറിൻ കൂടുമ്പോൾ Cl3 ആയി മാറും. CHCl പ്ലസ് ആയിട്ട് എന്തുണ്ടാവും അവിടെ? HCl ഉണ്ടാവും. സോ സിമ്പിൾ. ഈ റിയാക്ഷൻ ഏതാ ചോദിച്ചാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സോ സിമ്പിൾ. അതായത് ഹൈഡ്രജൻ എത്ര ഉണ്ടായിരുന്നു? ഫസ്റ്റ് 2 ഉണ്ടായിരുന്നു. ഇത് 2 ഒന്നിനെ ഒഴിവാക്കി, അപ്പൊ ഹൈഡ്രജൻ 1 ആയി മാറി. ഓക്കെ. അവൾ ആര് വന്നിരുന്നു? ക്ലോറിൻ വന്നിരുന്നു. അപ്പൊ 2 ക്ലോറിൻ ഓൾറെഡി ഉള്ളടത്ത് ഒരു ക്ലോറിൻ കൂടുമ്പോൾ എന്തായി മാറും? Cl3 ആയിട്ട് മാറും. സോ സിമ്പിൾ. സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പഞ്ചസാര ലൈനിലെ എൻസൈം ഇൻവോൾവ് ഏതാടാ? പഞ്ചസാര ലൈൻ എന്ന് പറഞ്ഞ ഷുഗർ സൊല്യൂഷൻ ആണ്. ഈ ഷുഗർ സൊല്യൂഷൻ ഗ്ലൂക്കോസ് ആയി മാറുന്ന പ്രവർത്തനത്തിലെ എൻസൈം ഏതെന്നാ ചോദിച്ചത്. അഥവാ എഥനോളിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര എന്തായിട്ട് മാറുകയാണ്? പഞ്ചസാര നേരെ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്ന വർക്ക് ചെയ്യുന്ന എൻസൈം ഏതാ ചോദിച്ചാൽ എടാ പഠിച്ചു വെച്ചോ, ഇൻവെർട്ടേസ് ആടാ. ഇൻവെർട്ടേസ് ഒന്നാമത്തെ എൻസൈം ആണ് ഇൻവെർട്ടേസ്. അപ്പൊ ഈസ്റ്റിൽ 2 എൻസൈം ആണുള്ളത്. ഒന്ന് ഇൻവെർട്ടേസ് കുട്ടനും രണ്ടാമത്തെ ആരാടാ? സൈമേസ് കുട്ടനും. 2 ഫ്രണ്ട്സ് ആണ് ഈസ്റ്റിൽ ഉള്ളത്, ഇൻവെർട്ടേസ്, സൈമേസ്. അപ്പൊ പഞ്ചസാരയെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഇൻവെർട്ടേസ് ആണ്. ഇനി ഈ ഗ്ലൂക്കോസിനെ നമ്മൾ എത്തനോൾ ആക്കി മാറ്റുന്നത് ആരാ ചോദിച്ചാൽ നമ്മൾ രണ്ടാമത്തെ കുട്ടനായിട്ടുള്ള സൈമേസ് ആണെന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇവിടെ തന്നെ ഇപ്പൊ 4 മാർക്ക് നമ്മൾ എന്ത് ചെയ്തു? 4 മാർക്ക് പഠിച്ചു അല്ലെ? സൈമേസ്. സെറ്റ് അല്ലേ? അങ്ങനെ അടുത്ത ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. വാഷ് എന്നാൽ എന്ത്? വാഷ് എന്ന് പറഞ്ഞാൽ മക്കളെ പഠിച്ചു വെച്ചോളി, 8 to 10% എത്തനോളിനെ പറയുന്ന പേരാടാ വാഷ്. അതായത് 8 മുതൽ 10% വരെ എഥനോളിനെ പറയുന്ന പേരാണ് വാഷ് എന്ന് പറഞ്ഞാൽ. എടാ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോടാ. ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കാൻ നിങ്ങൾ ഓണ പരീക്ഷയ്ക്ക് പോകരുത്. റെഡി ആണല്ലോ? അങ്ങനെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.